കേരളത്തിലെ ബി.ജെ.പിക്ക് 8ന്റെ പണിയാണ് നരേന്ദ്രമോദിയും കൂട്ടരും കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ബി.ജെ.പിയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് കേരളത്തിൽ അവർക്ക് ഒന്ന് സ്ഥാനം ഉറപ്പിക്കുക എന്നത്. 2016 കേരള നിയമസഭയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർക്കൊരു അംഗത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് നേമത്ത് നിന്നായിരുന്നു. ഒ രാജഗോപാൽ ആയിരുന്നു ബി.ജെ.പിയുടെ കേരളത്തിലെ ആദ്യത്തെ MLA. അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചു വന്നു. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആകപ്പാടെ 2 ജനപ്രതിനിധികളെയാണ് ബി.ജെ.പിക്ക് അത്തരത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ എല്ലാ കാലത്തും അവര് വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കും. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞത് തങ്ങൾ ഇത്തവണ ഭരണം പിടിക്കും, 35 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾ ഭരണത്തിലേറുമെന്നൊക്കെയായിരുന്നു. അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിയത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച മെട്രോമാൻ കൂടിയായ ഇ ശ്രീധരനായിരുന്നു. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ തുറന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് പോലും അദ്ദേഹം രംഗത്തിറങ്ങിയത്. എന്നാൽ അവർക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. 2016 ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് നേമത്ത് അവർക്ക് അത് അടിയറ വെക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അവര് ശക്തമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അവര് പല സർവേകളും അവർക്ക് 2-3 സീറ്റുകളൊക്കെ തന്നെ പ്രവചിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരത്തും ഒക്കെ തന്നെ അവർ വിജയിക്കുമെന്നാണ് പ്രവചിച്ചത്. അവരങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്തു. കാരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു സ്ഥാനാർത്ഥി. എന്നാൽ അവർക്ക് തൃശ്ശൂര് ഒരു മണ്ഡലത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അത്തരത്തിലാണ് ബി.ജെ.പിക്ക് കേരളത്തിലെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഇതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവര് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവകാശപ്പെട്ടുവെങ്കിലും അവരുടെ മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ അവർക്ക് നേരത്തെ ഭരണം ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റികൾ 2 പന്തളത്ത് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. പാലക്കാട് ഭരണം ഉണ്ടെങ്കിൽ പോലും ഇത്തവണ കേവല ഭൂരിപക്ഷം അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ വലിയ തിരിച്ചടികളാണ് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നേരിട്ടത്. അപ്പോൾ അവരുടെ വളർച്ച എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ പടവലങ്ങ പോലെ കീപ്പോട്ടാണ് അവരുടെ വളർച്ച. എന്തായാലും ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ അവരുടെ വിജയം വലിയ രീതിയിലാണ് അവർ ആഘോഷിച്ചത്. നേതാക്കന്മാർ, ബി.ജെ.പിയുടെ നേതാക്കന്മാരെല്ലാം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞത്, അതിനെ ഉപമിച്ചത് അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചുകൊണ്ട് അവര് ഗുജറാത്തിന്റെ ഭരണം പിടിച്ചെടുത്തതുമായിട്ടാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത് വഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരും, അത്തരമൊരു നരേഷനാണ് അവർ സൃഷ്ടിച്ചത്. ഒപ്പം തന്നെ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ 40 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തും. അവിടെ ഈ നഗരസഭയുടെ വികസനത്തിനായിട്ട് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും, അത് പ്രഖ്യാപിക്കും. കൂടാതെ കേരളത്തിന് കൂടുതൽ വികസന പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കുമെന്നൊക്കെ അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ഈ 40 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അദ്ദേഹം അവിടെ വന്ന് ഒരു പ്രിന്റും അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി LDFനെയും UDFനെയും ഒക്കെ വിമർശിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കേരളത്തിലെ ബി.ജെ.പി നേതാക്കളും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ഒക്കെ തന്നെ കൊട്ടിഘോഷിച്ച പോലെ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രഖ്യാപനം പോലും നടത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം മേയർ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് കയറി പ്രഖ്യാപിക്കാൻ കഴിയും, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങളൊക്കെ വേണ്ടേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇക്കാര്യമൊന്നും നേരത്തെ അറിയില്ലായിരുന്നു എന്നൊരു മറു ചോദ്യം അവിടെ ഉയരുന്നുമുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിട്ട് പോലും കേരളത്തിനോട് വലിയ രീതിയിലുള്ള ഒരു പ്രതിപത്തി ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം കാണിച്ചില്ല എന്നത് നരേന്ദ്രമോദിയുടെ ആ ഒരു വന്നുപോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയതാണ്. അതിന് ശേഷം ബി.ജെ.പി നേതൃത്വമൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നത് കേന്ദ്ര ബജറ്റിലാണ്. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തിന് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അത് ബി.ജെ.പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂസ്റ്ററായിട്ട് മാറും. കൂടുതൽ മേനി നടിക്കാൻ, കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഒക്കെ തന്നെ അത് കാരണമാകുമെന്നൊക്കെ വലിയ രീതിയിൽ അവർ പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ബജറ്റ് ദിനത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള തിരുവനന്തപുരത്തെ മാരാർജി ഭവനിലും ഒപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാം, ജില്ലകളിലെ ഓഫീസുകളിലും എല്ലാം തന്നെ തത്സമയം പ്രമുഖ നേതാക്കളെല്ലാം അതാത് ജില്ലകളിലും ഒക്കെ തന്നെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ഈ ബജറ്റ് പ്രസംഗം വീക്ഷിക്കുകയും എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം ഉണ്ടായാൽ അത് ആഘോഷമാക്കാനുള്ള ശ്രമങ്ങളും അതിനുള്ള തയ്യാറെടുപ്പുകളും എല്ലാം നടത്തിയിരുന്നു. എന്നാൽ അവരെല്ലാം നിരാശപ്പെടുത്തുന്ന ഒരു ബജറ്റ് പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ നടത്തിയത്. കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ആമ വളർത്തൽ കേന്ദ്രവും അല്ലെങ്കിൽ കടലാമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രവും ഒപ്പം തന്നെ തേങ്ങയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങളുമാണ് നടത്തിയത്. അത്തരത്തിലുള്ള ചെറിയ ചില പ്രഖ്യാപനങ്ങളല്ലാതെ കേരളം ഏറെക്കാലമായിട്ട് അവകാശപ്പെടുന്ന പല കാര്യങ്ങളും കണ്ടില്ല എന്നടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ബജറ്റിൽ കാണാൻ കഴിഞ്ഞത്. എയിംസ് എന്ന് പറയുന്നത് കേരളത്തിന് ഏറെ ചിരകാല അഭിലാഷമാണ്.
കൂടാതെ മറ്റു പല ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി നിലവിൽ പദ്ധതി മുന്നോട്ട് പോകുന്ന വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ, കൊച്ചി മെട്രോ റെയിൽ പോലെയുള്ള പദ്ധതികൾ, അതിനൊക്കെ തന്നെ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതൊന്നും തന്നെ ഉണ്ടായില്ല. നമുക്കറിയാം, അടുത്തിടയ്ക്ക് കേന്ദ്ര സഹമന്ത്രി കൂടിയായ കേരളത്തിൽ നിന്നുള്ള MP സുരേഷ് ഗോപി എയിംസ് എവിടെ വരും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ പോലും സുരേഷ് ഗോപിയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തമ്മിലൊരു തർക്കം പോലും ഉടലെടുക്കുന്ന സാഹചര്യമുണ്ടായി. തൃശൂർ MP ആയിട്ടുള്ള സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് എയിംസിന് ആലപ്പുഴയിൽ സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുത്ത് കൊടുക്കണം എന്നതാണ്. ആലപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ല. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയുമായി ഒക്കെ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയ്ക്ക് കാര്യമായ പരിഗണന ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആലപ്പുഴയിൽ വേണം എന്ന്, ആലപ്പുഴ അദ്ദേഹത്തിന്റെ ജന്മനാടാണ് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആഗ്രഹിച്ചത് അത് തിരുവനന്തപുരത്ത് വേണമെന്നാണ്. കാരണം അദ്ദേഹം തിരുവനന്തപുരം നിയമ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുമെന്ന് ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ സ്വയം പ്രഖ്യാപിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എയിംസ് വരികയാണെങ്കിൽ അതിന്റെ മെയിൻ തനിക്ക് നടിക്കാം, അല്ലെങ്കിൽ അത് തനിക്കൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അത്തരത്തിൽ എവിടെയാണ് എയിംസ് വേണ്ടത്, എയിംസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇനി അത് എവിടെയാണ് നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ അത് സ്ഥാപിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് കേന്ദ്ര മന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം വലിയ രീതിയിലുള്ള വാചക കസരത്തുകളും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്തി. എന്നാൽ ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ അതൊന്നും തന്നെ ഉണ്ടായില്ല. കേരളത്തിലെ BJP വികസിത കേരളം എന്നൊക്കെയുള്ള മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. കേന്ദ്ര BJPയും അത് തന്നെയാണ് പറയുന്നത്. വികസിത കേരളമാണ് തങ്ങളുടെ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊക്കെ എല്ലാ കാലത്തും BJPയുടെ ദേശീയ നേതൃത്വം പറയാറുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ 2014 മുതൽ തന്നെ പറയാറുണ്ട്. എന്നാൽ അത് പ്രാവർത്തികമാക്കി നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതാണ് നമുക്ക് ഈ കഴിഞ്ഞ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ബജറ്റിൽ കൂടി കേരളത്തെ അവഗണിച്ചതോടെ BJPയുടെ സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ വെട്ടിലായിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബജറ്റ് പ്രഖ്യാപനമെങ്കിലും മുൻനിർത്തിക്കൊണ്ട് വോട്ട് പിടിക്കാം, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് ഇതൊക്കെ തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയിരുന്ന BJPക്ക് മൂർധാവിന് കിട്ടിയ ഒരു അടി പോലെയായി പോയി കഴിഞ്ഞ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് എന്നതിൽ രണ്ട് അഭിപ്രായമില്ല. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ വാരിക്കോരി കൊടുക്കും, കേരളത്തിൽ പാലും തേനും ഒഴുക്കുമെന്ന് ഏറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുമുണ്ട്. ഒന്ന് സുരേഷ് ഗോപി ആണെങ്കിൽ മറ്റൊന്ന് രാജ്യസഭാ അംഗമായിട്ടുള്ള ജോർജ് കുര്യനാണ്. ഇവർക്കൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരിപ്പോൾ ചോദിക്കുന്നത് ബജറ്റിൽ പ്രഖ്യാപിക്കണോ എന്നുള്ളതാണ്. ഈ അതിവേഗ റെയിൽപാതയൊക്കെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ട്, എന്തെങ്കിലും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടാണ് നടപ്പിലാക്കേണ്ടത് എന്നൊക്കെയുള്ള വിദണ്ഡവാദങ്ങളാണ് BJPയുടെ നേതാക്കന്മാരിൽ നിന്നുമൊക്കെ തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും BJP കേരള നേതൃത്വം ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ്. അവരുടെ നടുപിടിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ BJPക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം, എയിംസിന്റെയെങ്കിലും ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തങ്ങൾക്ക് ക്രെഡിറ്റ് ആകുമായിരുന്നു എന്ന് ആഗ്രഹിച്ചു നടന്ന ഒരു സംസ്ഥാന നേതൃത്വവും സംസ്ഥാന അധ്യക്ഷനുമാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഒരു മുഖത്തടിയേറ്റ പോലെ ആയ ഒരു ബജറ്റാണുള്ളത്. അദ്ദേഹം ഈ ബജറ്റിന് പിന്നാലെ പറഞ്ഞത് കേരളം ഇതുവരെ കിട്ടിയ കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയില്ല, കിട്ടിയതൊക്കെ തന്നെ ആദ്യം നടപ്പിലാക്കി കാണിക്കൂ, NDA സർക്കാർ വന്നാൽ മാത്രമേ കേരളത്തിൽ വികസനം നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില പരിഹാസ്യമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തി ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതെന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ തിരിച്ചടിയാകുന്ന ഒരു കാര്യമായിട്ട് ഈ ബജറ്റ് പ്രഖ്യാപനം മാറിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കേരളത്തെ അവഗണിച്ചു എന്നൊരു തോന്നല് കേരളീയ പൊതുസമൂഹത്തിന് മൊത്തത്തിലുണ്ട്. ഭരണം കിട്ടിയില്ലെങ്കിൽ BJP കേരളത്തെ തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചിട്ട് പോലും കേരളത്തിന് മതിയായ ഒരു പരിഗണന അവർ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലുള്ളത്? കേരളത്തെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ട് കാണുന്നില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരേ സ്വരത്തിൽ ചോദിച്ചത്. അപ്പോൾ അത്തരം ഒരു സമീപനമാണ്, കേരളം ഇന്ത്യയിൽ അല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന, സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് 2014 മുതൽ തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് എന്നത് എല്ലാവർക്കും
മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചെറുതല്ലാത്ത തിരിച്ചടിയാകും നൽകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.